ഹലോ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലാൻ. ആ, അപ്പോ ഡോറിന്റെ പൊസിഷൻ എവിടെ വരും? ഇതാണ് ഈ കാണുന്നത് കണ്ടോ? ഇതാണ് ഡോറ് കണ്ടോ? ഇല്ല, അവിടെ കൾച്ചർ ഒന്നും ഇപ്പൊ കാണാവോ? ഡിസ്പ്ലേ ആവുന്നില്ല. ഇല്ല, കാണാൻ പറ്റുന്നില്ല. എങ്കിൽ അവിടെ നിന്നൊരു സ്ക്രീനും മറ്റേ ലിങ്ക് ഒന്ന് ജനറേറ്റ് ചെയ്തിട്ട് ആ ലിങ്ക് ഒന്ന് എനിക്ക് അയച്ചു തരുമോ, ഗൂഗിൾ മീറ്റ്? എന്നിട്ട് അവിടെ വേണ്ട, ഞാനിപ്പോ പറഞ്ഞുതരാം. നമ്മുടെ ഫ്രണ്ട് ഗ്രൗണ്ട് ഫ്ലോറിന്റെ എലിവേഷനിൽ സിറ്റ് ഔട്ട് കണ്ടോ? കണ്ടു. അതിന്റെ അവിടെ MD എന്ന് കാണിക്കുന്നതാണ് മെയിൻ ഡോറ്. ഒരു മിനിറ്റ്. കണ്ടില്ലേ? MD കണ്ടില്ലേ? MD കണ്ടു. അത് എന്ന് പറയുന്നത് ഈസ്റ്റ് ഫേസ് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് ഈ സിറ്റ് ഔട്ട് മുതൽ ഈ വർക്ക് ഏരിയ കണ്ടില്ല, കിച്ചണിന്റെ തൊട്ടടുത്തുള്ള വർക്ക് ഏരിയ ഇല്ലേ, ഈ ലെങ്ത് ആണ് നമ്മുടെ എലിവേഷൻ വരുന്നത് ഫ്രണ്ട്. ഈ പറയുന്ന MD മെയിൻ ഡോർ വരുന്ന സൈഡ് വ്യൂ ആണ്, മനസ്സിലായോ? അത് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡോർ പൊസിഷൻ വരുന്നത്. അതെ. ഓക്കെ, ഇതിന് തുറന്ന് ഇങ്ങോട്ട് പോകും. ഇതിൽ വരുന്ന ഇവിടെ ലിവിങ്, ഇവിടെ ഡൈനിങ്, ഇവിടെ കിച്ചൺ, ഇവിടെ വർക്ക് ഏരിയ, അങ്ങനെ വരുന്നു. ഈ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണോ? അതെ, ഓപ്പൺ കിച്ചൺ ആണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ആഡ് ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. അല്ലേ വേണ്ടേ പൂജ? വേണം. ഓക്കെ, വേണം. കൗണ്ടർ ആഡ് ചെയ്യാം. ഇവിടെ ബെഡ്റൂം, ഇവിടെ വാർഡ്റൂം, അതിന്റെ ടോയ്ലറ്റ്, പിന്നെ ഇവിടെ സ്റ്റെയർ, ഈ അടുത്ത ബെഡ്റൂം, ഇവിടെ ടോയ്ലറ്റ്. ഓക്കെ. പിന്നെ ഇതിനകത്ത് ഒരു മിനിറ്റ്, പറഞ്ഞോ. പൂജ മുറിയായിട്ട് വേണ്ട, പക്ഷെ എവിടെയെങ്കിലും ഒരു ഇന്റീരിയറിൽ നമുക്ക് പൂജയ്ക്ക് വെക്കാവുന്ന ഒരു സ്പേസ് കൊടുക്കണം. അത് ലിവിംഗിലാണോ ഉദ്ദേശിക്കുന്നത്? ലിവിംഗില് മതി. ഓക്കെ, ലിവിംഗില് അതൊരു ചെറിയൊരു, അതായത് ഒരു ഇതുപോലെ ചെയ്താൽ മതി. ഇത് വലുതാക്കണ്ടല്ലോ. മറ്റേ ഇപ്പോഴത്തെ മോഡല് ഒരു പൂജ പറഞ്ഞ എങ്ങനെയാ? ഇപ്പോഴത്തെ മോഡൽ ഉണ്ടല്ലോ, നമുക്ക് ചെറിയൊരു സ്പേസ് ഇട്ടിട്ട് ചെയ്യുന്ന പോലെ. അതിന്റെ ഉള്ളില് നമ്മള് ഈ വിഗ്രഹങ്ങൾ വെക്കുന്നു. അതെ, വിഗ്രഹവും നമുക്ക് ഒരു റൂം അല്ല, ഇപ്പൊ പുതിയ മോഡൽ കുറെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഓക്കെ, അതിന്റെ കുറച്ച് റെഫറൻസ് ഞങ്ങളുടെ ഉണ്ട്, ഞാൻ ഷെയർ ചെയ്ത് തരാം. അതിൽ നിന്ന് ഇഷ്ടമുള്ളത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ശരി. പിന്നെ ഇതില് ഫുൾ സീലിംഗില് ലൈറ്റ് ഹാങ്ങിങ് ലൈറ്റ് ഇതെല്ലാം ഉദ്ദേശിക്കുന്നില്ലേ? ഉണ്ട്. ഹാങ്ങിങ് ലൈറ്റ് നമുക്ക് ഡൈനിങ് ഹാങ്ങിങ് ലൈറ്റ് വെക്കാം. പിന്നെ കിച്ചൺ ഉദ്ദേശിക്കുന്നുണ്ടോ ഹാങ്ങിങ് ലൈറ്റ്? കിച്ചണില് ഹാങ്ങിങ് വേണ്ട, കിച്ചണില് നമുക്ക് കോപ്പ് ലൈറ്റ്സ് മതി, അല്ലെങ്കിൽ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുക്കാം. ഓക്കെ. പിന്നെ ലിവിംഗില് പിന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം ആഡ് ചെയ്യുന്നുണ്ടോ? ആഡ് ചെയ്യണം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആഡ് ചെയ്യണം. ഇതൊരു ലോ ബഡ്ജറ്റ് ആണോ അതൊരു പ്രീമിയം ആയിട്ട് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കംപ്ലീറ്റ്ലി ഫേർണിച്ചേഴ്സ്, ഇത് ഇന്റീരിയറിനെ കുറിച്ചാണോ എക്സ്റ്റീരിയറിനെ കുറിച്ചാണോ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്? ഓക്കെ, എന്റെ കംപ്ലീറ്റ്ലി തേക്കൂടാണ് എല്ലാം ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് വേണ്ട ഫർണിച്ചേഴ്സിന്റെ ഡിസൈനിങ്ങും ഏകദേശം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പം അതൊരു മിനിറ്റ്, അത് ഞാനിപ്പോ ഷെയർ ചെയ്യാം. അത് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന സ്റ്റെയർ, പൂജ ആ വുഡിന്റെ സ്റ്റെയർ ആണ് നമ്മളന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. അതൊന്ന് ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് തരാൻ പറ്റുമോ? ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യോ? ഓക്കെ, കുഴപ്പമില്ല. ഇപ്പം ഇത് കട്ടിലിന്റെ ഞാനിപ്പം കട്ടിലിന്റെ അയച്ചു. ഒരു മിനിറ്റ് ഒന്ന് അത് പ്ലേ ചെയ്യണേ, വൈഫും കൂടി കണ്ടോട്ടെ. ഓക്കെ, ഞാൻ പ്ലേ ചെയ്യാട്ടോ. ഒരു മിനിറ്റ്. ഇതല്ലേ പൂജ കണ്ടോ? ബെഡ്റൂമിന്റെ കേൾക്കുന്നുണ്ടോ പൂജ? കേൾക്കുന്നുണ്ട്. എല്ലാം തേക്കിലാണ്. എല്ലാ ഫർണിച്ചേഴ്സും തേക്കിലാണ്. എല്ലാ ഫർണിച്ചേഴ്സും തേക്കിലാണ്. ഒരു മിനിറ്റ്, ബാക്കി ഞാൻ അയച്ചുതരാവേ. ഇതൊക്കെയാണ് ചെസ്റ്റ് ഡ്രോയേഴ്സ്. കണ്ടോ? ചെസ്റ്റ് ഡ്രോയർ ഇങ്ങനെ. പിന്നെ 2 ടേബിൾസ്. ഇതിനൊക്കെ ഒരു സ്പേസ് കണ്ടെത്തണം. ഇതെല്ലാം റെഡിയാണ്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ ഇട്ടിരിക്കുന്ന സോഫ എന്ന് പറയുന്നത് ബെഡ്റൂമിലോ അല്ലാന്നുണ്ടെങ്കിൽ സിറ്റ് ഔട്ടിൽ ഇടാൻ പറ്റുന്നതാണ്. ലിവിങ്ങില്
4 സീറ്റ് ആണോ ഉദ്ദേശിക്കുന്നത് സോഫ? ലിവിങ്ങിലല്ല, ഇത് സിറ്റ് ഔട്ടിൽ ഇടാനുള്ള സോഫയാണ്. അത് ഓക്കെ ലിവിങ്ങിലുള്ള സോഫ ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല, അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ ഉം. പിന്നെ വരുന്നത് സ്റ്റെയർ കേസിന്റെ ഒരു മോഡലാ. ഓക്കെ ഓക്കെ സ്റ്റെയർകേസിന്റെ മോഡൽ. സാറിന്റെ കൈവശമുള്ള എല്ലാ മോഡലുകളും സാർ അയച്ചു തന്നു. പിന്നെ ഈ ബെഡ്റൂം നമുക്ക് കിഡ്സ് റൂം ഉദ്ദേശിക്കുന്നുണ്ടോ? ഏതാ കിഡ്സ് റൂം ആക്കാൻ ഉദ്ദേശിക്കുന്നത്? പൂജ ഓ ഏതാണ് മാഡം നമ്മൾ കിഡ്സ് റൂം ആക്കാൻ ഉദ്ദേശിക്കുന്നത്? ഏത് റൂമാ കിഡ്സ് റൂം ആക്കാൻ ഉദ്ദേശിക്കുന്നത്? ഗ്രൗണ്ട് ഫ്ലോർ ആണോ ഫസ്റ്റ് ഫ്ലോർ ആണോ? ഗ്രൗണ്ട് ഫ്ലോറിൽ ഇടാം. ഗ്രൗണ്ട് ഫ്ലോറില് ഏത് ഇതാണോ അതോ ഈ മാസ്റ്റർ ബെഡ്റൂം അല്ല, മാസ്റ്റർ ബെഡ്റൂമിന് ഇപ്പത്തെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ടല്ലോ. ഈ ബെഡ്റൂം? ആ അതെ. കിഡ്സ് റൂം ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കിഡ്സ് റൂമിന്റെ കുറച്ച് മോഡലുകൾ നമ്മുടെ കൈവശമുണ്ട്, അത് ഞാൻ ഷെയർ ചെയ്യാം. എന്നിട്ട് മാഡത്തിന് അത് നോക്കിയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി കേട്ടോ. ആ ശരി. പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ? ആൺകുട്ടിയാ. ഓക്കെ ഓക്കെ. അപ്പൊ അതിലും കാര്യമില്ല കേട്ടോ, ഒരു കുഞ്ഞേ ആയിട്ടുള്ളൂ, ഇനി വേണമെങ്കിൽ വരാം. ഓക്കെ, അപ്പൊ നമുക്ക് അതായത് ചോദിച്ചെന്ന് വെച്ചാൽ പെൺകുട്ടികൾക്കാണെങ്കിൽ നമുക്കൊരു എപ്പോഴും നമ്മളൊരു പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് നമ്മള് ബട്ടർഫ്ലൈസ് ഒക്കെ വെച്ച് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൺകുട്ടി ആകുമ്പോഴേക്കും അതിനനുസരിച്ച് മാറ്റാം, അതാണ് ചോദിച്ചത് കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ വേറെ എന്തെങ്കിലും സജഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയോ? പൂജ പറഞ്ഞു പൂജ. ഓക്കെ, ഒരു മിനിറ്റ്. ഈ ലിവിങ്ങും ഡൈനിങ്ങും ഫുൾ ഓപ്പൺ ആണോ? ആണ് ആണ് ആണ്. ഓക്കെ, പാർട്ടീഷൻ വേണ്ടല്ലോ അല്ലേ? പാർട്ടീഷൻ വേണ്ട. ലിവിങ്ങും ഡൈനിങ്ങും ഫുൾ ഓപ്പൺ ആണോ? പാർട്ടീഷനാ ബെഡ്റൂമിന്? എടി, അടുക്കളയും അതിന്റെ ഈ ഇടയിൽ വോൾ പാർട്ടീഷൻ കൊടുക്കേണ്ട പാർട്ടീഷൻ വേണോ കാര്യമില്ലല്ലോ. എന്ന് ഉദ്ദേശിച്ചത്? വേണ്ട 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 വേണ്ട. ഓക്കെ, ഈ ബെഡിന്റെ പൊസിഷൻ അതെങ്ങനെ വരുന്നത്? ബെഡിന്റെ പൊസിഷൻ കിഴക്ക് പടിഞ്ഞാറ് വരുന്ന പോലെ. പ്ലാനിൽ അങ്ങനെ തന്നിട്ടില്ല, അപ്പൊ നമ്മളത് അങ്ങനെ കിഴക്ക് പടിഞ്ഞാറായിട്ട് സെറ്റ് ചെയ്യണം അല്ലേ? അല്ല, ബെഡിന്റെ പൊസിഷൻ പൂജ അത് നോക്കണ്ട, ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റാ. ഓക്കെ ആ പൊസിഷനിൽ നോക്കിയാൽ മതി. ടോയ്ലറ്റിന്റെ ഡെമോ ഞാനിപ്പോ അയച്ചു തരാം. ടോയ്ലറ്റ് ആസ് യൂഷ്വൽ ആ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ കൊടുത്തോളൂ. നമുക്ക് വെറ്റേറിയൻ ഡ്രൈ ഏരിയ സെപ്പറേഷൻ അല്ലേ വരിക? വേണം, വെറ്റേറിയൻ ഡ്രൈ ഏരിയ സെപ്പറേഷൻ വേണം. ക്യൂബിക്കൽ ആണ് കേട്ടോ. പിന്നെ കിച്ചണിന്റെ കേസിലേ നമുക്ക് സ്റ്റവും കാര്യങ്ങൾക്കൊക്കെ സ്ഥലം ഉണ്ടോ? അതായത് വിൻഡോയുടെ അവിടെ വേണോ അതോ സ്റ്റവ് ഇല്ലേ? സ്റ്റവിന്റെ പൊസിഷൻ, സ്റ്റവിന്റെ സിങ്കിന്റെ ഫ്രിഡ്ജിന്റെ ഒക്കെ പൊസിഷൻ. പൂജ എങ്ങോട്ട് ഫേസ്, ഏത് ഫേസ് ആണോ ചോദിക്കുന്നത്? ഫേസ് ചെയ്ത് വരണം. ഇതിന്റെ നമ്മുടെ പ്ലാനിന്റെ അകത്ത് കിഴക്ക് ഏതാണെന്ന് പറയോ? കിഴക്ക് എന്ന് പറയുന്നത് അതാണ്, മെയിൻ ഡോർ ആണ് കിഴക്ക്. ഓക്കെ, ഇവിടെ അതാണ് കിഴക്ക് കേട്ടോ. ഇവിടെ വരും. അവിടെ വരും. ഇവിടെ നമ്മുടെ സ്റ്റവും, അപ്പൊ ഇവിടെ സിങ്കും. പൂജ നോക്കിയേ? നോക്കുന്നുണ്ട്. സിങ്ക് അവിടെ, വിൻഡോയുടെ അവിടെ സിങ്കും വിൻഡോയുടെ അവിടെ സിങ്ക് വരണം. വർക്ക് ഏരിയയുടെ മുകളിൽ സ്റ്റവ് വരും. പിന്നെ വർക്ക് ഏരിയ സ്റ്റവ് വരുന്നില്ലല്ലോ. അല്ല, വർക്ക് ഏരിയ ഇരിക്കുന്ന ആ വോളിലായിരിക്കും സ്റ്റവ്. ഈ വോൾ. നമുക്ക് ഫസ്റ്റ് കിച്ചണിൽ ഫ്രിഡ്ജ് വരുമോ? ഫസ്റ്റ് കിച്ചണിൽ ഫ്രിഡ്ജ് വരും. അത് മറ്റേ വലിയ ലെങ്തി ഫ്രിഡ്ജ് ആണേ. ഡബിൾ ഡോർ മീൻസ് മുകളിലും താഴെയല്ല, 2 ബൈ ഡോർസ്. അതിന്റെ പൊസിഷൻ എവിടെ ആയിരിക്കും വരിക? അപ്പോ ഏതിന്റെ ഫ്രിഡ്ജിന്റെ പൊസിഷൻ അത് നിങ്ങൾ സെറ്റ് ചെയ്ത് തരും, നിങ്ങൾ നോക്കിട്ട് ചെയ്ത് തരും ഏതാണ് കൺവീനിയന്റ്. പിന്നെ നമുക്ക് വർക്ക് ഏരിയ വരുമ്പം സ്റ്റവ് ആണോ അതോ അടുപ്പ് അങ്ങനത്തെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത്? വർക്ക് ഏരിയ നമുക്ക് ഡ്രയർ, വാഷിംഗ് മെഷീൻ അതുമാതിരി വെക്കാനാണോ? അതിന്റെ ഒരു ഡെമോ കൂടി ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. ഡ്രയറും വാഷിംഗ് മെഷീൻ വെക്കാവുന്ന രീതി. നമ്മുടെ ഈ മാസ്റ്റർ ബെഡ്റൂം ഇല്ല, അതായത് ഈ വലിയ ബെഡ്റൂം, അതിന്റെ ടോയ്ലറ്റ് അത്യാവശ്യം ലെങ്തിലാണല്ലോ. അതെ. അപ്പൊ അതിന്റെ അകത്ത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ വേണോ?
എനിക്ക് വേണ്ടത് വാഷ് ബേസിൻ, അതിന്റെ സ്ലാബ്, പിന്നെ കൺസീൽഡ് WC, ഷവർ ഏരിയ, ഡ്രൈ വെറ്റ് ഏരിയ, അത്രേ ഉള്ളൂ. അതിന്റെ ഒരു ഡെമോ ഞാൻ അയച്ചിട്ടുണ്ട്. പിന്നെ കിച്ചന്റെ ഒരു കോമ്പിനേഷൻ കളറും തീമും ഞാൻ അയച്ചിട്ടുണ്ട്, അതുകൂടി നോക്കിക്കോ. ഓക്കെ. പിന്നെ നമ്മൾ ഈ ഡൈനിങ്ങിൽ വരുമ്പം വാഷ് ഏരിയയുടെ പൊസിഷൻ എവിടാ വരാ? ഇതിനകത്ത് നമുക്ക് കാണിച്ചിട്ടില്ല. വാഷ് ഏരിയ കാണിച്ചിട്ടുണ്ടല്ലോ. കോർട്ട്യാർഡ് വാഷ് ഏരിയ വന്നിട്ടില്ലേ? ഇല്ല ഇല്ല ഇല്ല. അത് നോക്കിയിട്ട് കൊടുക്കുക എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ. പിന്നെ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെയല്ലേ? 2 സ്റ്റെപ്പിന്റെ ലാൻഡിങ് ഒരു വരും. ഡെമോ ഞാൻ അയച്ചിട്ടുണ്ട്, കണ്ടോ? സ്റ്റെപ്പിന്റെ ഒരു ഫോട്ടോ ഞാൻ ഓക്കെ അയച്ചിട്ടുണ്ടോ? കണ്ടായിരുന്നു. ഇതിപ്പോ ഒരു ട്രഡീഷണലാണോ പോവാ? കുഴപ്പമില്ല, ക്ലാസിക്കലായിട്ട് അതിനകത്തുള്ള വുഡിന്റെ ടെക്സ്ചേഴ്സ് ഒക്കെ പോകും. അത് രണ്ടും കൂടി, കാരണം എന്റെ പഴയ വീട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഒരു മോഡേണും ആയിരിക്കണം, എന്നാ ഒരു ക്ലാസിക് ടച്ചും കൂടെ വേണം. അതെ, എത്രേ ഉള്ളൂ. ഇവിടെ എല്ലാവരും ഒരു വുഡിന്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യണം. ഒരു തേക്കാണോ ഉദ്ദേശിക്കാൻ? എല്ലാം ടീ കൂടെ ഞങ്ങളുടെ കയ്യിലുള്ളതല്ല. ഓക്കെ. ഫർണിച്ചർ എല്ലാം മോഡലിംഗ് കഴിഞ്ഞാണോ? ഈ 2-3 കട്ടിലും, പിന്നെ ആ സിറ്റ് ഔട്ടിന്റെ സോഫ, പിന്നെ ആ ടേബിൾ ഉണ്ടല്ലോ, കൺസോൾ ടേബിൾസ്, ആ, അതെല്ലാം വർക്ക് കഴിഞ്ഞാണ്. അത് ഇപ്പൊ നമുക്ക് തന്ന റെഫറൻസ് ആണോ? സെയിം റെഫറൻസ്, വർക്ക് കഴിഞ്ഞിരിക്കുക. ഓക്കെ. എല്ലാ റൂമിലെയും ബെഡ് കോട്ട് ഒരേ മാതിരിയാണോ? ഒറ്റ റൂമിലെ മാത്രം. മറ്റുള്ള ചെറിയ ബെഡ്റൂമിന്റെ എന്ന് പറയുന്നത് നമ്മുടെ മോസ്റ്റ് മോഡേൺ ഒരു ബെഡ്റൂം, മുകളിലത്തെ മാസ്റ്റർ ബെഡ്റൂമും താഴത്തെ മാസ്റ്റർ ബെഡ്റൂമും ഓരോ ബെഡ്റൂമും ഓരോ ഡിസൈൻ വരണം. ഒരെണ്ണം ഫുള്ളി ക്ലാസിക്കൽ ഞാനിപ്പോ തന്ന പോലെ, ആ, പിന്നെ ഒരെണ്ണം ഞാനിപ്പോ റെഫറൻസ് അയക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെ ഞങ്ങക്ക് അല്ല പൂജ. അതെ അതെ, അതുപോലെ മതി. നമുക്ക് വരാ 3 ബെഡ്റൂമും 3 ഡിസൈൻ ആയിരിക്കണം. 4 ബെഡ്റൂം. 4 ബെഡ്റൂം വരും. ഒരെണ്ണം ഈ ഗ്രൗണ്ട് ഫ്ലോർ, ടോപ്പ് ഫ്ലോറില്, സെക്കൻഡ് ഫ്ലോറിൽ താഴത്തെ ബെഡ്റൂമിന്റെ മുകളിലായിട്ട് ഒരു ബെഡ്റൂം കൂടി വരും. അതിപ്പോ തൽക്കാലം കുഴപ്പമില്ല, ഞങ്ങൾ ഒരു ബെഡ്റൂമിന്റെ ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് ഇന്റീരിയർ ചെയ്തോളാം. അപ്പൊ എക്സ്റ്റീരിയർ വരുമ്പോ ഇതിന്റെ കൂടെ മോഡലിംഗ് വേണോ? അതെ, സ്റ്റെയർ ഏത് വരുമ്പോ എക്സ്റ്റീരിയർ വരുമ്പോഴേ അതെ അതെ, മോഡലിംഗിൽ വരണം. താഴത്തെ ബെഡ്റൂമിന്റെ അളവ് മേലെ വേണം. ഈ ബെഡ്റൂം കണ്ടോ, ഫസ്റ്റ് ബെഡ്റൂം ആ 120 സ്ക്വയർ ഫീറ്റിന്റെ ബെഡ്റൂം, ആ, അതിന്റെ സെയിം മുകളിൽ വരും കേട്ടോ. ഓക്കെ ഓക്കെ. പിന്നെ നമ്മുടെ ഈ കോർട്ട്യാർഡിന്റെ ഇവിടെ ഗ്ലാസ് ആണോ? അതെന്താ? ഗ്ലാസ് കൊടുക്കാം നമുക്ക്. ഫിക്സഡ് അല്ലേ? സ്ലൈഡിങ്ങും കാര്യങ്ങളൊന്നും അല്ലല്ലോ? ഫിക്സഡ് കൊടുക്കാം. ഓക്കെ. മേലെ മേലെ വരുമ്പോ എങ്ങനെയാണ്? എവിടെ മേലെ? സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോ ആ ഭിത്തി പ്ലെയിൻ ആയിരിക്കോ, അതോ ആ ഗ്ലാസ് മേലോട്ട് തന്നെ കൊടുക്കണോ? ഏതാണോ നിങ്ങൾ, നമുക്ക് നോക്കാം ഇന്റീരിയറിൽ ഏതാണോ ബെസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യും. ഞങ്ങൾക്ക് അതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല, നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. നമ്മള് ചിലവര് വരുമ്പം ലിൻഡലിന്റെ ഒരു കേസ് വരും ഇതിന്റെ ഇടയ്ക്ക്. അല്ല, നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ സ്ലാബ് തന്നെ ഏകദേശം 12 അടി പൊക്കത്തിലാണ് വെക്കാൻ പോകുന്നത്. ഹൈ റൂഫ് അല്ല, പക്ഷെ നല്ല ഹൈറ്റ് ഉള്ള ഇതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം രണ്ടും വരുമ്പോ 24 അടി വരുമോ? 24-25 അടി? ഇല്ലില്ല, ആദ്യത്തെ ഞാൻ പറയുന്നത്. രണ്ടാമത്തെ അതിൽ കുറവായിരിക്കും. മൊത്തം ടോട്ടൽ ഹൈറ്റ് ഒന്ന് പറയാൻ പറ്റുമോ എത്ര? ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 12 ഫൂട്ട് വെക്കും, അതിന്റെ മുകളിലുള്ളത് നമുക്കൊരു 10 ഫൂട്ട് വെക്കും. ഓക്കെ. അപ്പം പിന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ വരുമ്പം ഇവിടെ ഗ്ലാസ് ആയിരിക്കും, ബാൽക്കണി, ഡോറ് അപ്പുറം ഇപ്പുറം ഗ്ലാസ്. പിന്നെ ഒരു 10 നമ്മുടെ ബെഡ്റൂം. ഇതിൻ്റെ അകത്ത് നമ്മുടെ ബെഡ്റൂമിൽ എല്ലായിടത്തും വാർഡ്രോബ് വിത്ത് ടേബിള് കാര്യങ്ങളാണോ വേണ്ടേ? വാർഡ്രോബ് വേണം. ഓക്കെ. വാർഡ്രോബിന്റെ കൂടെ ടേബിള് വേണോ? അല്ല, ഞാനൊരു പറഞ്ഞു തരട്ടെ. എനിക്കിപ്പം ഈ മാസ്റ്റർ ബെഡ്റൂം ഉണ്ടല്ലോ, മാസ്റ്റർ ബെഡ്റൂമിന് വാർഡ്രോബിന്റെ ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നുണ്ടോ? ആ സ്പേസ് ഇല്ലേ, അവിടെ നല്ല നല്ല ലെങ്തി ആയിട്ട് ഹൈറ്റ് ആയിട്ട്, എന്നിട്ട് താഴെ നിന്ന് മുകളിൽ വരെ ഹൈറ്റ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പുള്ളപ്പ് ടെക്നോളജി യൂസ് ചെയ്ത് താഴോട്ട് എടുക്കാവുന്ന രീതിയിലൊക്കെ കൊടുക്കാം. പൂജ, നിനക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം, നീ കേട്ടോണ്ടിരിക്കുക. ഒറ്റ സ്ട്രക്ചർ മേലോട്ട് കൊടുക്കാനാണോ, അതോ ലോക്ക് വരെ നിർത്തിയിട്ട് അവിടുന്ന് വേറൊരു കബോർഡായിട്ട് കൊടുക്കാനാണോ ഉദ്ദേശിക്കുക? ഒരു ഫുൾ ലെങ്തി കൊടുക്കണം, എപ്പോഴേ ഭംഗി ഉണ്ടാകത്തുള്ളൂ. ഒരൊറ്റ സോളിഡ് കളറില്. കട്ടിംഗ് ഒന്നും വേണ്ട. കട്ടിംഗ് ഒന്നും വേണ്ട. അതായത് നമ്മൾ ലെങ്തി ഡോറ് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ പുള്ളപ്പ് ചെയ്ത് തുറക്കുമ്പോഴേ കുറച്ചു കാലം കഴിയുമ്പോൾ ഡോറിന് ഡാമേജ് വരും.
അല്ലെങ്കിൽ അതിന്റെ അപ്പം അതിനനുസരിച്ച് കട്ട് ഷോട്ട് ചെയ്ത് രണ്ട് പോർഷൻ ആയിട്ട് കൊടുത്തോ. ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്. ലോഫ്റ്റ് വരെ ഒരിതും പിന്നെ മേലോട്ട് വേറൊരു കട്ടിങ് ആയിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. ശരി, അങ്ങനെ ചെയ്തോളൂ. ഓക്കെ, ഇത് വരുമ്പം എൽ ഷേപ്പ് ആണോ? അപ്പോൾ വിൻഡോ വരുന്നുണ്ട്. വാഡ്രോബ് വരുമ്പം എൽ ഷേപ്പ് ആണോ വേണ്ടേ? എൽ ഷേപ്പ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, അപ്പം ഈ ഒരു പൊസിഷനിൽ നമ്മുടെ ടോയ്ലറ്റിന്റെ ആ വോളില് മിറർ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതെ, എക്സാക്ട്ലി. ഓക്കെ, അത് തന്നെ ആയിരിക്കും മേലെ. അത് തന്നെയായിരിക്കും മേലെ. അപ്പൊ നമ്മുടെ ഈ കിഡ്സ് റൂം എന്ന് പറഞ്ഞില്ലേ ചെറുത്, ഇതിന്റെ അകത്ത് വരുമ്പം വാഡ്രോബും സ്റ്റഡി ടേബിളും ആയിരിക്കുമല്ലോ. കിഡ്സ് റൂമിൽ കളർഫുൾ വേണ്ട കേട്ടോ. സെയിം നമ്മുടെ ഞാൻ അയച്ചെന്നിരിക്കുന്ന തീം തന്നെ ക്യാരി ഫോർവേഡ് മതി. കാരണം അവന് സ്റ്റഡി ടേബിൾ കൊടുക്കണം. അത് സ്റ്റഡി ടേബിളിന്റെ ഒരു മോഡൽ ഞാനിപ്പോൾ അയച്ചുതരാം. ചെറുതൊരെണ്ണം നിങ്ങൾ അയച്ച ചെയ്തു, അത് കുഴപ്പമില്ല. ഒരു സ്റ്റഡി ടേബിളും ഒരു ബുക്ക് വെക്കാനുള്ള ഷെൽഫും അല്ലേ പൂജ? അതെ അതെ, സ്റ്റഡി ടേബിളും ഒരു ബുക്ക് വെക്കാനുള്ള ഷെൽഫും വരണം അവിടെ. ഓക്കെ ഓക്കെ. ബുക്ക് പുസ്തകമല്ലോ. നമുക്ക് പിന്നെ വിൻഡോ ട്രീറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് കർട്ടൻസ് ആണോ ബ്ലൈൻഡ്സ് ആണോ? മറ്റേ ഷിയർ കർട്ടൻസും ബ്ലൈൻഡ്സും ബ്ലാക്ക് ഔട്ടും. ഓക്കെ. നമ്മുടെ ലിവിംഗിൽ വരുമ്പോ എത്ര സീറ്റിംഗ് ആ വരാ? മാക്സിമം എത്ര കൊടുക്കാൻ പറ്റും അത്രയും കൊടുത്തു. ഇവിടെ പാർട്ടീഷൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ ഒന്നും വേണ്ട. അപ്പൊ കളർ തീം എന്തെങ്കിലും ഉണ്ടോ? ഞാൻ എല്ലാത്തിനും കളർ തീം അയച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഒരു വൂഡും ടാനും ഗ്രേയും വൈറ്റും തമ്മിൽ വരുന്ന ഒരു കോമ്പിനേഷൻ ഞാൻ അയച്ചിരിക്കുന്നത് നോക്കിയാൽ മതി. അതായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട കളർ തീംസ് ഒക്കെ. ടൈല് വുഡൻ വേണമെന്നില്ല. ടൈല് കുറച്ചുകൂടി നമുക്ക് ഒരു നിങ്ങൾ നോക്കുക, നിങ്ങൾ സജസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ശരി. ഞങ്ങൾ ഒരു ഗ്രൂപ്പിലും എന്റെ വൈഫിനും കൂടി ഒന്ന് ആഡ് ചെയ്തേക്കണേ. ഓക്കെ, ശരി. താങ്ക് യു.